ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ലോക സാഹിത്യത്തിൽ ഇന്ന് ഏറ്റവും അധികം വായനക്കാരെ സൃഷ്ടിച്ചിട്ടുള്ള സാഹിത്യ രൂപമാണ് ആത്മകഥ എന്നുള്ളത്. ഇന്നും അത് വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ ശാഖയാണ്. അപ്പം അതിനകത്തേക്ക് മലയാളത്തിൻ്റെ ഒരുപാട് സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ മലയാള സാഹിത്യത്തിനകത്തെ ആത്മകഥാ സാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ആത്മകഥാ കൃത്തുക്കൾ ഏതൊക്കെയാണോ എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ എക്സാമിൻ്റെ സിലബസിനകത്ത് സാഹിത്യപരം എന്ന പ്രധാനപ്പെട്ട തലക്കെട്ടിന് കീഴിലായിട്ട് ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം എന്നൊരു ഭാഗം ചേർത്തിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിനകത്ത് ആത്മകഥകളും ചില ജീവചരിത്രങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് എന്താണ് ആത്മകഥ എന്നുള്ളത് പറയാം. ആത്മകഥ എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതിനെയാണ്. ജീവചരിത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതാണ്. അപ്പം ഇത് രണ്ടും ജീവിതം തന്നെയാണ്. ഇതിനകത്ത് ചരിത്രവും ഉണ്ട്, അതേപോലെ തന്നെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. പൊതുവെ ഈ ആത്മകഥകൾ എഴുതാറുള്ളത് മഹാന്മാരായിട്ടുള്ള ആളുകളാണ്. മഹാത്മാരെന്ന് പറയുന്നത് അവരവർ നിൽക്കുന്ന മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള, അതൊരു പക്ഷേ രാഷ്ട്രീയ മേഖലയായിരിക്കാം, സാംസ്കാരിക മേഖലയായിരിക്കാം, സാഹിത്യ മേഖലയായിരിക്കാം, ശാസ്ത്രീയ മേഖലയായിരിക്കാം. ഇങ്ങനെ തൻ്റേതായിട്ടുള്ള മേഖലകളിൽ അസാധ്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ് ആദ്യകാലത്ത് ആത്മകഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുരംഗത്ത് നിന്നും മാറ്റി നിർത്തിയ പല ആളുകളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ ആത്മകഥകളും ഇന്ന് ഉണ്ടായി വരുന്നുണ്ട്. എങ്കിലും ആദ്യകാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ ആത്മകഥകളാണ് കൂടുതലും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ മലയാള സാഹിത്യത്തിൽ ആത്മകഥാ സാഹിത്യത്തിന് നിൽപ്പ് എങ്ങനെയാണ്, ആ ആത്മകഥാ സാഹിത്യ രംഗത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭാവനകൾ, അത് എഴുതിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചേർത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ആത്മകഥകളും അവരുടെ ആത്മകഥ എഴുതിയിട്ടുള്ള ആളുകൾ, ആത്മകഥാ കൃത്തുക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ആത്മകഥകളുടെ കൂടെ തന്നെ ചില ജീവചരിത്രങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട ജീവചരിത്രങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് ക്ലാസ്സിനകത്ത് പറയും. അപ്പം ഇവിടെ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ജീവിതകഥയാണെങ്കിലും വിശാഖം തിരുനാൾ മഹാരാജാവ് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥാ സംഗ്രഹം, ഇത് രണ്ടും പ്രധാനപ്പെട്ട ആത്മകഥകൾ എന്ന നിലയിലല്ല, ഏറ്റവും ആദ്യകാലത്തുണ്ടായി, അതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് അധികം ആളുകൾ വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതിന് ആത്മകഥയുടെ തുടക്കത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ആദ്യകാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആത്മകഥയായിട്ടാണ് പരിഗണിക്കുന്നത്. വിശാഖം തിരുനാൾ മഹാരാജാവ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ആത്മകഥാ സംഗ്രഹം എന്ന് പറയുന്നതും അതേ രീതിയിൽ തന്നെ ഏറ്റവും ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ അത് വായിച്ചിട്ടില്ല, പക്ഷെ അത് ആദ്യകാലത്ത് ഉണ്ടായി എന്നതുകൊണ്ടുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട, അതായത് ഒരു വളരെ മികച്ച ആത്മകഥകൾ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള കൃതികളാണ് തുടർന്ന് അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തലാണ്. അപ്പം നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് അറിയാം. അപ്പം രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പേര് മുന്നിൽ ചേരാനുള്ള കാരണം വക്കം മൗലവി ആരംഭിച്ചിട്ടുള്ള സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം വളരെ കർശനമായി വിമർശിച്ച ഒരാളാണ്. ഒരേ സമയം ബ്രിട്ടീഷുകാരെയും അതേസമയം തിരുവിതാംകൂറിനകത്തുള്ള ഭരണത്തെയും രണ്ടിനെയും വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള, സധൈര്യം എല്ലാ കാര്യങ്ങളും തുറന്നെഴുതുന്ന ഒരു പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൽ അദ്ദേഹത്തിൻ്റെ പത്രം നിരോധിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ് എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ. തൊട്ട് താഴത്തായിട്ട് രണ്ടാമത്തത് ബി കല്യാണി അമ്മയുടെ വ്യാഴവട്ട സ്മരണകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ജീവചരിത്രമായിട്ട് കൂടെ അതിനെ പരിഗണിക്കാം. കാരണം ബി കല്യാണിയമ്മ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ്. അവര് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളെ കുറിച്ച് എഴുതുന്നതാണ് എൻ്റെ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് അവരുടെ വ്യക്തി അനുഭവങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സ്വദേശാഭിമാനിയുടെ ജീവിതത്തിനാണ്. അപ്പം അത് ജീവചരിത്രമാണോ ആത്മകഥയാണോ, ഈ രണ്ട് കാറ്റഗറിക്ക് അകത്തും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ബി കല്യാണി അമ്മയുടെ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്ന കൃതി. അടുത്തത് സി കേശവന്റെ ജീവിത സമരമാണ്. സി കേശവൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി സംയോജനം ഉണ്ടായ സമയത്തുള്ളായിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിത സമരം എന്ന് പറയുന്നത്. ഇ എം എസിന്റെ ആത്മകഥയുടെ പേര് തന്നെ ആത്മകഥ എന്നാണ് കേട്ടോ.
EMS എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്, സജീവമായിട്ടുള്ള പ്രവർത്തകനാണ്, മാർക്സിസ്റ്റ് തത്വജ്ഞാനിയാണ്. ഇപ്പം ഈ നിലയിലൊക്കെ തൻ്റെതായിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള EMSന്റെ ആത്മകഥയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. അത് നല്ലോണം ഓർത്തു വെക്കുക. C. കേശവന്റെ ജീവിത സമരം. അടുത്തത് AK ഗോപാലന്റെ എൻ്റെ ജീവിതകഥ, ചെറുകാടിന്റെ ജീവിതപാത. രണ്ടുപേരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു. ഇപ്പൊ രണ്ടുപേരുടെയും ആത്മകഥ ഓർത്തു വയ്ക്കുക. AK ഗോപാലന്റെ എൻ്റെ ജീവിതകഥ, ചെറുകാടിന്റെ ജീവിതപാത. വളരെ പ്രധാനപ്പെട്ടതാ, മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആണെങ്കിൽ പത്രപ്രവർത്തകനാണ്, ലേഖകനാണ്, എഴുത്തുകാരനാണ്. ആ നിലയിലാണ് പ്രവർത്തന മേഖലയെങ്കിൽ ഇവരെല്ലാവരും തന്നെ രാഷ്ട്രീയ മേഖലയ്ക്കകത്ത് അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ്. അടുത്തത് NN പിള്ളയുടെ ഞാൻ. അപ്പൊ നമ്മൾ മലയാളത്തിനകത്ത് കേരളത്തിന്റെ പൊതുവേ ഉള്ളൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ശാസ്ത്ര രംഗത്തൊന്നും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ കേരളത്തിനകത്ത് ഉണ്ടായിട്ടില്ല. കൂടുതലും സാഹിത്യ രംഗത്താണ് പ്രധാനപ്പെട്ട ഒരുപാട് സാഹിത്യകാരന്മാരെ ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മകഥകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും സാഹിത്യകാരെ കുറിച്ചുള്ളതായിരിക്കും, സാഹിത്യകാരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളതായിരിക്കും. അപ്പൊ NN പിള്ള എന്ന് പറയുന്നത് ഒരു നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഞാൻ. അടുത്തത് തകഴിയുടെ ഓർമ്മയുടെ തീരങ്ങളിൽ. അപ്പൊ തകഴി ഇതേപോലെ തന്നെ റിയലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മലയാള സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത്. അടുത്തത് തിക്കോടിയനാണ്. തിക്കോടിയൻ എന്ന് പറയുന്നത് P. കുഞ്ഞനന്ദൻ നായർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പേര്. തിക്കോടിയൻ തൂലികാനാമമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങ് കാണാത്ത നടൻ. നാടകൃത്തായിരുന്നു തിക്കോടിയൻ. ഒരുപാട് നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തൽ നമ്മൾ പറഞ്ഞു. അടുത്തത് VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാട് എന്നുള്ള ഒരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു സഭയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. നമ്പൂതിരി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ നമ്പൂതിരി സമുദായത്തിനകത്തുള്ള അനാചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അടുത്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. അടുത്ത മാധവിക്കുട്ടിയാണ്. മലയാള സാഹിത്യത്തിനകത്തെ സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ളൊരു നില തന്നെ നേടിയെടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വിവാദപരമായിട്ടുള്ളൊരു ആത്മകഥയായിരുന്നു എൻ്റെ കഥ. അതേപോലെ തന്നെ ബാല്യകാല സ്മരണകൾ. TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ. ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു TJ ജോസഫ്. അദ്ദേഹത്തെ മത തീവ്രവാദികൾ ചേർന്ന് വലതുകൈ വെട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് ആ വലതുകൈ വെട്ടിമാറ്റിയെങ്കിൽ പോലും പല ഓർമ്മകളും എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കുക. അതായത് ആ കണ്ടന്റ് എന്താണെന്നുള്ളത് കൂടെ ഇപ്പം ഇങ്ങനെയൊരു ആത്മകഥയിലേക്ക് നയിച്ചതിന് ഒരു കാരണം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ എക്സാമിന് പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പം TJ ജോസഫ് എന്ന് പറയുന്നത് ഒരു മലയാളം പ്രൊഫസറാണ്. അദ്ദേഹം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. അത് മത തീവ്രവാദികൾക്ക് യോജിക്കാൻ വേണ്ടി പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ തൻ്റെ ആശയങ്ങളുടെയും അല്ലെങ്കിൽ തൻ്റെ നിലപാടുകളുടെയും പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് TJ ജോസഫ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അറ്റുപോകാത്ത ഓർമ്മകൾ. M. കുഞ്ഞാമന്റെ എതിര്, ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ. ഈ രണ്ട് ആത്മകഥകൾക്കും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. M. കുഞ്ഞാമൻ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ദളിത് ചിന്തകനാണ്. പക്ഷേ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ദളിത് ചിന്തകനും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഓർത്തു വെക്കണമെങ്കിൽ എതിര് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ. ഇതിന് രണ്ടിനും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജോർജ് ഓണക്കൂർ നോവലിസ്റ്റാണ്, കഥാകൃത്തുമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ആത്മകഥകൾ ഏതൊക്കെയാണ്, ആത്മകഥാകൃത്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആത്മകഥയുടെ ചരിത്രം നമ്മൾ മലയാളത്തിലുള്ള ആത്മകഥയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അതിന് ഇപ്പം നമ്മൾ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ജീവിതകഥ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിന് വളരെ മുമ്പ് തന്നെ ആത്മകഥയുടെ അംശങ്ങൾ പലതിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കവിതയ്ക്കകത്താണെങ്കിലും
കഥയിലാണെങ്കിലും നോവലുകൾക്കകത്താണെങ്കിലും ഒക്കെ ഈ ആത്മകഥയുടെ അംശം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ആത്മകഥ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം പിന്നീടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പാട്ടുകൾ ഇപ്പോൾ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് ഇതൊക്കെ വാമൊഴിയായിട്ട് പ്രചരിച്ചതാണ്. അപ്പം അതിനകത്തൊക്കെ ജീവിതകഥ, ഒരു വ്യക്തിയുടെ ജീവിതകഥ എങ്ങനെയാണ് വരുന്നത്, അപ്പം അതിനകത്ത് കൂടുതലും ഭാവനയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇവിടെയും ആത്മകഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാന്നല്ല, അവനവൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് അവനവൻ അവതരിപ്പിക്കുന്നത്. അപ്പം അതിനകത്ത് ചരിത്ര വസ്തുതകളും ഉണ്ടാവും, അതേപോലെ തന്നെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സാണ് ആത്മകഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പോപ്പുലർ ആയി തീർന്നിട്ടുള്ള ആത്മകഥകളും അതിൻ്റെ ആത്മകഥാ കൃത്തുക്കളും ആരൊക്കെയാണെന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഈ രീതിയിൽ തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥകളാണ്. ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഞാനിപ്പോൾ ഓരോ ആത്മകഥകൾ പറയുന്ന സമയത്തും ആ ഓരോ ആത്മകഥാ കൃത്തുക്കളുടെയും ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് എക്സാമിൽ ഓർത്തു വെക്കാൻ കുറച്ചുകൂടെ സുഖമാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.